പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ടെപ്ചി എംബ്രോയ്ഡറി ഓൾ ഓവർ വന്നിട്ട് ഡിജിറ്റൽ പ്രിൻറ്റും യോക്കിൽ ചെറിയൊരു ഹാൻഡ് വർക്കും ഒക്കെ വരുന്ന നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഒഫീഷ്യൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സെറ്റാണ്. ഇതിനകത്ത് 4 ഷെയ്ഡ്സ് ആണുള്ളത്. ഇതൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ്, പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത്. ദുപ്പട്ട വരുന്നത് സെയിം പ്രിൻറ്റ് തന്നെ വരും. അതിനകത്ത് ടെപ്ചി എംബ്രോയ്ഡറി ഇല്ല, സിൽക്കി കോട്ട ഫാബ്രിക് തന്നെ. ഇത് ബേബി പിങ്ക് ആണ്, ഒരു മോ പിങ്ക്, ലൈറ്റ് മോ പിങ്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്ന പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, ഇത് വരുന്നത് നല്ലൊരു ലാവൻഡറിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്. റേറ്റ് വരുന്നത് 1495. മോപ്പിംഗ് ഷെയ്ഡിലുള്ള കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഫുള്ള് ടെപ്ചി എംബ്രോയ്ഡറിയും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ പ്രിൻസുമാണ് വന്നിട്ടുള്ളത്. ഈ പ്രിൻറ്റ് നമുക്ക് സൈഡ് നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നല്ല രസമായിട്ടുള്ള പ്രിൻറ്റും ആ ഒരു ടെപ്ചി എംബ്രോയ്ഡറിയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് ഒരു എംബ്രോയ്ഡേഡ് നെക്കാണ്, ലേസാണ് ഇങ്ങനെ പാച്ചായിട്ട് കൊടുത്തിരിക്കുന്നത്. റെക്റ്റാങ്കിൾ പാറ്റേണിൽ ഇങ്ങനെയും ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എംബ്രോയ്ഡറിയും ലൈറ്റായിട്ടുള്ള ഒരു മിറർ വർക്കും വരുന്നുണ്ട്. മോപ്പിംഗ് ഷെയ്ഡിലുള്ള സാറ്റിൻ കോട്ടൺ ബോട്ടം ആൻഡ് ദുപ്പട്ട മോപ്പിംഗ് ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ നമ്മുടെ ടോപ്പിലെ ആ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻസ് സ്കാറ്റർ ചെയ്ത് ബോഡിയിൽ വന്നിട്ട് ബോർഡറിൽ നല്ല വീതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ദുപ്പട്ടയും നല്ലൊരു സൽവാർ സെറ്റുമാണ്. റേറ്റ് വരുന്നത് 1495. അടുത്ത ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പിസ്ത ഗ്രീൻ, സെയിം പാറ്റേൺ തന്നെ വരുന്നു. ഞാൻ ഓൾറെഡി ഷെയ്ഡ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് ലാവൻഡർ ഷെയ്ഡ്, ബോട്ടം ആൻഡ് ദുപ്പട്ട. റേറ്റ് 1495. ഇത് ഗ്രേയുടെ പേസ്റ്റൽ ഷെയ്ഡ്, സാറ്റിൻ കോട്ടൺ ബോട്ടം ആൻഡ് ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. പിന്നെ ദുപ്പട്ട റേറ്റ് വരുന്നത് 1495.